CPMകാർക്ക് ഇന്ന് ഹിന്ദു സമൂഹത്തിനോട് മുഴുവൻ അവജ്ഞയും അവഹേളനയും പുച്ഛവും ദേഷ്യവുമാണ്. അത് ശബരിമല വിഷയം മുതൽ തുടങ്ങിയതാണ്. ഈ വസീഫും AA റഹീമും റിയാസും ഉൾപ്പെടുന്ന DYFIക്കാർ കാവിക്കൊടി കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടേക്ക് പ്രകടനമായിട്ട് വരുന്നത് കാരയ്ക്ക മണ്ഡപം ഭാഗത്തുള്ള കുപ്രസിദ്ധരായിട്ടുള്ള SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഇവർ അന്ന് ഈ കാവിക്കൊടിക്കെതിരായിട്ട് നീങ്ങിയത് കേവലം കാവിക്കൊടിക്കെതിരായിട്ട് നീങ്ങുക എന്നതിനപ്പുറം ആ മേഖലയിൽ വെള്ളായണി ദേവീക്ഷേത്രവുമായി ചുറ്റി ഒരു വലിയ വർഗീയ സംഘർഷവും കലാപവും സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കം കൂടിയായിരുന്നു അത്. അപ്പോൾ CPM ഭരിക്കുന്ന KSEBയിൽ നിന്ന് CPM ഭരിക്കുന്ന ദേവസ്വം ബോർഡിന് 96,000 രൂപയോ എന്തോ കുടിശ്ശികയുണ്ട് എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കുകയും അത് പിരിച്ചെടുക്കുന്നതിനും പകരം വെള്ളായണി ക്ഷേത്രത്തിന് നേരെ ആക്രമിക്കുകയായിരുന്നു. ക്ഷേത്രത്തിലെ ഫീസ് ഊരാം, ക്ഷേത്രത്തിൽ കെട്ടേണ്ട പാവനമായ കാവിക്കൊടിയെ നിങ്ങൾക്ക് നിഷേധിക്കാം, ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ നശിപ്പിക്കാം, ഗണപതിയെ പോലെയുള്ളത് മിത്താണ് എന്ന് പറഞ്ഞ് ഹിന്ദു സമൂഹത്തെ അധിക്ഷേപിക്കാം, സരസ്വതി ദേവിയുടെ നഗ്ന ചിത്രങ്ങൾ വരയ്ക്കുന്ന MF ഹുസൈനെ പോലെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് അവാർഡ് കൊടുക്കാം. അപ്പോൾ ഹിന്ദുവിനെ അധിക്ഷേപിക്കുക, ഹിന്ദുവിനെ അപമാനിക്കുക, ഹിന്ദു ക്ഷേത്രങ്ങളെ ധ്വംസിക്കുക, അതിലൂടെ പോപ്പുലർ ഫ്രണ്ടുകാരനെ SDPIക്കാരനെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന അപകടകരമായ ആത്മഹത്യാപരമായ നയസമീപനങ്ങളുമായിട്ട് പോകുന്ന പാർട്ടിയാണ് CPM. വെള്ളായണിയിൽ ഉത്സവം നടന്നു, ട്രാവിക്കോട് നടന്നപ്പോൾ എല്ലാ ചാനലിലും നിറഞ്ഞു നിന്നാണ് ട്രാവിക്കോട് കെട്ടാൻ പാടില്ല, CPM താരം എന്തായാലും അക്രമം അടിച്ചു വിടുന്നു, വീഡിയോയിൽ ചേർ പോലീസ് ഭക്തരെ അറസ്റ്റ് ചെയ്യണു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വാർത്ത പറഞ്ഞു വെള്ളായണി അമ്മ ഇരുട്ടിലാക്കുന്നു, ദേവസ്വം ബോർഡുകാർ KSEBയിൽ കറണ്ട് ബില്ല് അടയ്ക്കുന്ന ഫീസ് വിടുന്നു. CPM എന്താണ് ഇത്രയും വെള്ളായണിക്കാരോട് അല്ലെ വെള്ളായണി അമ്മയോട് ഇത്രയും ദേഷ്യം? CPMകാർക്ക് ഇന്ന് ഹിന്ദു സമൂഹത്തിനോട് മുഴുവൻ അവജ്ഞയും അവഹേളനയും പുച്ഛവും ദേഷ്യവുമാണ്. അത് ശബരിമല വിഷയം മുതൽ തുടങ്ങിയതാണ്. വെള്ളായണിയെ സംബന്ധിച്ചിടത്തോളം വെള്ളായണിയിൽ കഴിഞ്ഞ കാളിയൂട്ട് 3 വർഷം മുമ്പുള്ള കാളിയൂട്ട് CPMകാർ കൃത്രിമം കാണിച്ച് അവിടുത്തെ ഭരണം പിടിച്ചെടുത്തിട്ട് CPMൻ്റെ നേതൃത്വത്തിലായിരുന്നു കാളിയൂട്ട്. ആ കാളിയൂട്ട് വെള്ളായണി ദേവി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ആ കാളിയൂട്ടിനിടയിൽ തിരുമുടി ചരിഞ്ഞ് തറയിൽ വീണ് തിരുമുടിക്ക് കേട് സംഭവിച്ച് അങ്ങനെ കാളിയൂട്ട് വഴിയിൽ വെച്ച് നിർത്തിപ്പോകേണ്ട അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ അത് കോവിഡിൻ്റെ കാലഘട്ടവും കൂടി ആയിരുന്നു. ആ സമയത്ത് വേണ്ടവണ്ണം ദേവപ്രശ്നവും മറ്റുമൊക്കെ വെച്ച് ആചാരപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ചെയ്തു എന്നുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് തിരുമുടി തറയിൽ വീഴുകയും അങ്ങനെ തിരുമുടിക്ക് കേടുപാടുകൾ സംഭവിക്കുകയും കാളിയൂട്ട് മഹോത്സവം വഴിയിൽ വെച്ച് നിർത്തി തിരുമുടി അകത്ത് പ്രവേശിപ്പിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ശാപം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോൾ അതിനുശേഷം വന്ന കാളിയൂട്ട് മഹോത്സവം സ്വാഭാവികമായിട്ട് അമ്മയുടെ മനം പോലെ, വെള്ളായണി അമ്മയുടെ മനം പോലെ അത് ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് മുൻതൂക്കം ഉണ്ടായി. ഭംഗിയായിട്ട് കാളിയൂട്ട് മഹോത്സവം നടന്നു. 10,000-കണക്കിന് ആൾക്കാർ, മുമ്പൊന്നും കാണാത്ത വിധത്തിൽ 10,000-കണക്കിന് ആൾക്കാർ എല്ലാ ഉത്സവങ്ങളിലും വരുന്ന, അങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന ജനതയുടെ ഒരു കേന്ദ്രമായിട്ട് 72-80 ദിവസത്തോളം വെള്ളായണി ക്ഷേത്രം മാറി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ തുടങ്ങി. ഈ അസുഖങ്ങൾ തുടങ്ങി ഇതിനെതിരെ പല ആരോപണങ്ങൾ കൊണ്ടുവന്നു. ഇതിനെയൊക്കെ മറികടന്നു. അവസാനം ദേവസ്വം ബോർഡിലുള്ള അധികാരം ഉപയോഗിച്ച് ഉത്സവ കമ്മിറ്റിയെ പിരിച്ചുവിട്ടു. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അമ്മ എന്താണോ തീരുമാനിക്കുക, വെള്ളായണി ദേവി എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഭക്തരായിരുന്നു. ആ ഉത്സവത്തിനിടയിലാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാവിക്കൊടി കെട്ടാൻ പറ്റില്ല. ഈ കാവിക്കൊടി കെട്ടാൻ പറ്റില്ല എന്ന് പറയുന്നവരാരാണ്? AA റഹീമിൻ്റെയും വസീഫിൻ്റെയും അതോടൊപ്പം തന്നെ റിയാസിൻ്റെയും ഒക്കെ DYFI ആണ്. ഈ വസീഫും AA റഹീമും റിയാസും ഉൾപ്പെടുന്ന DYFIക്കാർ കാവിക്കൊടി കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടേക്ക് പ്രകടനമായിട്ട് വരുന്നത് കാരയ്ക്ക മണ്ഡപം ഭാഗത്തുള്ള കുപ്രസിദ്ധരായിട്ടുള്ള SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഇവർ അന്ന് ഈ കാവിക്കൊടിക്കെതിരായിട്ട് നീങ്ങിയത് കേവലം കാവിക്കൊടിക്കെതിരായിട്ട് നീങ്ങുക എന്നതിനപ്പുറം ആ മേഖലയിൽ വെള്ളായണി ദേവീക്ഷേത്രവുമായി ചുറ്റി ഒരു വലിയ വർഗീയ സംഘർഷവും കലാപവും സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കം കൂടിയായിരുന്നു അത്. പക്ഷേ അവിടുത്തെ ഹിന്ദു സമൂഹം, അവിടെ BJP മാത്രമല്ല,
അവിടുത്തെ CPM-ൽ തന്നെയുള്ള ഹിന്ദുക്കൾ ഈ തോന്നിയാസം കാണിക്കുന്ന SDPയെയും പോപ്പുലർ ഫ്രണ്ടിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പ്രകടനം നടത്തുകയും ക്ഷേത്രത്തിലെ ഉത്സവാന്തരീക്ഷത്തെ നശിപ്പിക്കാനും ശ്രമിച്ച CPM-നെതിരെ CPM-ന്റെ നേതാക്കന്മാർ, ഹിന്ദുക്കളായിട്ടുള്ള നേതാക്കന്മാർ പ്രതികരിച്ചു. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ടാക്കിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരെല്ലാവരും പ്രതികരിച്ച് മുമ്പോട്ട് വന്നു. അവസാനം കോടതി വിധി വരുന്നു. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ കെട്ടിയത് ഞങ്ങൾ നിലനിർത്തുകയും അതിനുശേഷം ആ വിധി അങ്ങനെ പോവുകയും ചെയ്തു. ഇപ്പോൾ വിഷയം 90,000-ലേറെ രൂപ ദേവസ്വം ബോർഡ് അടച്ചിട്ടില്ല. ഭരിക്കുന്നത് CPM, ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് CPM. അവിടെ ഉണ്ടായിരുന്ന ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട, ദൈവഹിതമനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയെ പിരിച്ചുവിട്ടു. ഉത്സവത്തിൻ്റെ കണക്ക് മുഴുവൻ തന്നെ ക്ലോസ് ചെയ്തു. അതിനുശേഷം KSEB ഭരിക്കുന്നത് CPM നേതാവാണ്. അപ്പോൾ CPM ഭരിക്കുന്ന KSEBയിൽ നിന്ന് CPM ഭരിക്കുന്ന ദേവസ്വം ബോർഡിന് 96,000 രൂപയോ എന്തോ കുടിശ്ശികയുണ്ട് എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കുകയും അത് പിരിച്ചെടുക്കുന്നതിനും പകരം വെള്ളായണി ക്ഷേത്രത്തിന് നേരെ ആക്രമിക്കുകയായിരുന്നു. വെള്ളായണി ക്ഷേത്രത്തിൽ രാത്രി പൂജയാണ് വെള്ളായണി ക്ഷേത്രത്തിലെ പൂജ. അപ്പോൾ അവിടെ ലൈറ്റ് അനിവാര്യമാണ്. അപ്പോൾ വെള്ളായണി ക്ഷേത്രത്തിൽ രാത്രി പൂജ നടക്കുന്ന വെള്ളായണി ക്ഷേത്രത്തിൽ ആ പൂജയെ അലങ്കോലപ്പെടുത്തി ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിന് ദോഷം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി KSEB വന്ന് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ഈ ഫീസ് ഊരിമാറ്റുകയാണ്. ഈ ഫീസ് ഊരുക എന്ന് പറയുന്നത് സഹാക്കന്മാരുടെ ഒരു ഹോബിയാണ്. മുമ്പ് നിങ്ങൾക്കറിയാമിരിക്കും, കാട്ടാക്കട ക്ഷേത്രത്തിൽ, കാട്ടാക്കട ജംഗ്ഷനിലുള്ള വലിയ ദേവീ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ ഇപ്പുറത്ത് പ്രസംഗിക്കുമ്പോൾ കാട്ടാക്കട ദേവീ ക്ഷേത്രത്തിൽ ഭജന പാടിയതിൻ്റെ പേരിൽ പിണറായി വിജയനെ പ്രീതിപ്പെടുത്താനായിട്ട് IB സതീഷ് എന്ന് പറയുന്ന അവിടുത്തെ MLA ആ ക്ഷേത്രത്തിൻ്റെ ഫീസ് ഊരാൻ നേതൃത്വം കൊടുത്ത ചരിത്രം നമ്മൾ മറന്നിട്ടില്ല. അതുപോലെ IB സതീഷിൻ്റെ ശിങ്കിടി കൂട്ടങ്ങളായിട്ടുള്ള KSEBയിലെ CPM സഖാക്കന്മാർ വെള്ളായണി ക്ഷേത്രത്തിലെ ഫീസ് ഊരുന്നു. അപ്പോൾ ക്ഷേത്രത്തിലെ ഫീസ് ഊരാം, ക്ഷേത്രത്തിൽ കെട്ടേണ്ട പാവനമായ കാവിക്കൊടിയെ നിങ്ങൾക്ക് നിഷേധിക്കാം, ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ നശിപ്പിക്കാം, ഗണപതിയെ പോലെയുള്ളത് മിത്താണ് എന്ന് പറഞ്ഞ് ഹിന്ദു സമൂഹത്തെ അധിക്ഷേപിക്കാം, സരസ്വതി ദേവിയുടെ നഗ്ന ചിത്രങ്ങൾ വരയ്ക്കുന്ന MF ഹുസൈനെ പോലെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് അവാർഡ് കൊടുക്കാം. സരസ്വതി മണ്ഡപത്തിൽ നവകേരളയുടെ ഒരു അവാർഡ് കൊടുക്കാം. സരസ്വതി മണ്ഡപത്തിൽ പൂജാ സമയത്ത് നവരാത്രി കാലഘട്ടത്തിൽ 10,000-കണക്കിന് ആൾക്കാർ സരസ്വതി ദേവിയെ തൊഴാൻ വേണ്ടി വന്നെത്തുന്ന പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നവകേരളയുടെ യാത്ര നടത്തിയിട്ട് അവിടുത്തെ മൂന്നാംകട ലോക്കൽ ഗുണ്ടകളെ കയറ്റിയിരുത്തിക്കുകയാണ്. സരസ്വതി ദേവിയുടെ വിഗ്രഹം വെച്ച് പൂജ വയ്ക്കേണ്ട സ്ഥലത്ത് നവകേരള സ്വാഗത സംഘം എന്ന് പറഞ്ഞ് ഗുണ്ടകൾ കയറിയിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഹിന്ദുവിനെ അധിക്ഷേപിക്കുക, ഹിന്ദുവിനെ അപമാനിക്കുക, ഹിന്ദു ക്ഷേത്രങ്ങളെ ധ്വംസിക്കുക, അതിലൂടെ പോപ്പുലർ ഫ്രണ്ടുകാരനെയും SDPക്കാരനെയും പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന അപകടകരമായ ആത്മഹത്യാപരമായ നയസമീപനങ്ങളുമായിട്ട് പോകുന്ന പാർട്ടിയാണ് CPM. ആ CPM-ആണ് ഇന്ന് വെള്ളായണി ക്ഷേത്രത്തെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ CPM-ന് ഇത്തരത്തിൽ കുരു പൊട്ടാൻ മറ്റൊരു കാരണം, ആ വെള്ളായണിയും പരിസര പ്രദേശവും അതുമായി ചുറ്റിക്കിടക്കുന്ന നിയമവുമൊക്കെ BJPക്ക് അതിശക്തമായിട്ട് BJP മുന്നോട്ട് വന്ന സ്ഥലങ്ങളാണ്. നേമത്താണ് BJPയുടെ O രാജഗോപാൽ ജയിച്ചത്. അവസാനം കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് K മുരളീധരനെ ഇറക്കി BJP വോട്ടുകൾ സ്പ്ലിറ്റ് ഉണ്ടാക്കി ശിവൻകുട്ടിയെ ജയിപ്പിക്കേണ്ട ഗതികേടുണ്ടായി. അതോടൊപ്പം തന്നെ കല്ലിയൂർ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ BJP 7.5 വർഷമായിട്ട് ഭരിച്ചതാണ്. അതിൻ്റെ അടുത്തുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർമാർ BJPക്കാരാണ്, ബ്ലോക്ക് മെമ്പർമാർ BJPക്കാരാണ്. അപ്പോൾ ഇത്തരത്തിൽ BJPക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നൊരു പ്രദേശവും കൂടിയാണ് ഈ വെള്ളായണി, കല്ലിയൂർ, നേമം അടങ്ങുന്ന പ്രദേശങ്ങൾ. അപ്പോൾ ഈ പ്രദേശത്ത് ജീവിക്കുന്ന സഖാക്കന്മാർക്ക് സഹിക്കുന്നില്ല. അവർക്ക് പാകിസ്ഥാനും ചൈനയും പോലെ ഇതായിരുന്നുവെങ്കിൽ അവർ സഹിച്ചേനെ. ഇത് BJPക്കും ദേശീയതയ്ക്കും അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുന്ന ആ സ്ഥലത്തോട് അങ്ങേയറ്റത്തെ അവഗണനയും വെറുപ്പുമാണ്. വെള്ളായണി കായലിനെ അവഗണിച്ചിട്ടിരിക്കുന്നു. അവിടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, ഒന്നും നടപ്പാക്കുന്നില്ല. ഒരു മഴ പെയ്ത വെള്ളപ്പൊക്കമാണ്. ആ വെള്ളായണി കായലിനെ സംരക്ഷിച്ചാൽ തിരുവനന്തപുരത്തുകാർക്കൊക്കെ ശുദ്ധജലം കൊടുക്കാൻ പറ്റുന്ന മഹത്തായ ഒരു പദ്ധതിയാവുമായിരുന്നു. പക്ഷേ അതിനോട് ചിറ്റമ്മ നയമെടുക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളിലും വെള്ളായണിയോടും ഒരു പ്രദേശമെന്ന നിലയിൽ വെള്ളായണിയോടും, ക്ഷേത്രങ്ങൾ ഹിന്ദു വിശ്വാസ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ ക്ഷേത്രങ്ങളോടും,
അങ്ങേയറ്റത്തെ അവഗണനയും പുച്ഛവും കാണിക്കുന്ന ഒരു ഭരണകൂടമാണ് CPM നേതൃത്വം നൽകുന്ന ഭരണകൂടമെന്ന് പറയാതിരിക്കാൻ വയ്യ.